നമ്മുടെ ന്യൂ ജെൻ പിള്ളേർക്ക് ഫേഗി ടൈം എന്താണെന്ന് കാണിച്ചു കൊടുത്ത്, അതായത് യഥാർത്ഥ ഫേഗി ടൈം എന്താണെന്ന് കാണിച്ചു കൊടുത്തതിൻ്റെ മൊമെൻ്റ് ആയിരുന്നു സെസ്കോൻ്റെ വിന്നർ. ലൈക്ക് കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച പ്ലസ് ഇന്നലത്തെ കളി നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ആഘോഷിക്കാനുള്ള എല്ലാ വകയും നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ആഘോഷരാവ് തന്നെയാണ് നമുക്കിപ്പോൾ. കാരണം നമ്മൾ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഈ മൊമെൻറ്റ്സ് നമ്മൾ പല പല കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയൊരു ദിവസങ്ങളായിരുന്നു, വർഷങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൽ പലർക്കും പല ഒപ്പീനിയൻസ് കാണാം, ഇത് ശരിയല്ല അത് ശരിയല്ല ഒക്കെ കാണാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഫാൻസിന്, ഇത്രയും ലോയൽ ആയിട്ടുള്ള ഫാൻസിന് കാണേണ്ടതും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും ഇങ്ങനത്തെ മൊമെൻറ്റ്സാണ്. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ട സെസ്കോൻ്റെ ആ വിന്നർ. The Fergie time spirit is back at Manchester United. Our club, Manchester United. കാരണം ഞാൻ ഇന്നലെ ഗോൾ കയറിയ സമയത്ത് എൻ്റെ കണ്ണിൽ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷത്തിനെക്കാളും കൂടുതൽ കണ്ണീരാണ് വന്നത്. കാരണം എത്ര നാളായി പ്രീമിയർ ലീഗിൽ നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ട്. ഞാൻ പറയുന്നത് ഫേഗി ടൈം വിന്നർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിൽ നമ്മുടെ വിന്നേഴ്സ് ഉണ്ടായിട്ടുണ്ട്. മെഗ്വറൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ അടിച്ചത് കണ്ടിട്ടുണ്ട്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ നമ്പർ 9, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ മാച്ച് വിന്നേഴ്സ് ആവണം. അങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ നമുക്കറിയാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ. നിസ്റ്റൽ റൂയി ആണെങ്കിലും റൂണി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ സെസ്കോൻ്റെ വിന്നർ ഗോൾ കയറിയപ്പോൾ അറ്റ്ലീസ്റ്റ് 1% അല്ലെങ്കിൽ ഒരു 10% മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാൻസിൻ്റെ കണ്ണുകളിൽ സന്തോഷത്തെക്കാളും കൂടുതൽ കുറച്ച് കണ്ണീരുണ്ടായിരിക്കും. കാരണം പഴയ ഓർമ്മകൾ നമ്മൾ ഓൾഡ് ട്രാഫോർഡിൽ എക്സ്പീരിയൻസ് ചെയ്ത്, അത് ടി വി ത്രൂ ആവാം അല്ലെങ്കിൽ നേരിട്ട് പോയി കണ്ടിട്ടാവാം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്ത് ചില മൊമെൻറ്റ്സ് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും. അങ്ങനത്തെ ഒരു മൊമെൻ്റായിരുന്നു എനിക്ക് സെസ്കോൻ്റെ വിന്നർ. അതിൽ ഞാനിത് സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഇതിൻ്റെ തുടക്ക ഭാഗങ്ങൾ. അതിനുശേഷം നമുക്ക് ഗോൾ വന്ന വഴികളും അതേപോലെ തന്നെ നമ്മുടെ മൊത്തം കളീനെ കുറിച്ച് പറയാം. ഇന്നലെ ഫേഗിന സ്റ്റാൻഡിൽ കണ്ടപ്പോൾ, ആ സെസ്കോൻ്റെ വിന്നർ മൂപ്പർ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെയും ഹൃദയം കവരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലമായിരുന്നിരിക്കുമ്പോൾ തുടങ്ങിയതാണല്ലോ നമ്മുടെ ഈ പ്രണയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട്. അന്ന് മുതൽ ആ പ്രണയം ഓരോ പടി കൂട്ടി കൊണ്ടുപോകുന്നൊരു മനുഷ്യനായിരുന്നു അലക്സ് ഫെർഗൂസൺ, അല്ലെങ്കിൽ സർ അലക്സ് ഫെർഗൂസൺ. അപ്പോൾ അങ്ങേർക്ക് ഇങ്ങനത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് ഒരുക്കാൻ നമ്മൾക്ക് സാധിച്ചത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അഹങ്കാരമുണ്ട്, അതേപോലെ തന്നെ സന്തോഷമുണ്ട്. കാരണം നമ്മളെക്കാട്ടൊക്കെ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നൊരു മനുഷ്യനാണ് അയാൾ. ഇന്ന് കാണുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആക്കാൻ, ഒരു ഗ്ലോബൽ ഐക്കോണിക് ക്ലബ്ബ് ആക്കാൻ സഹായിച്ച ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയുള്ള ഒരാളാണ് സർ അലക്സ്. സോ അങ്ങയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സെസ്കോ അടിച്ച ഒരു കിഡിലൻ ഗോൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കർ എങ്ങനെയാണോ കളിക്കേണ്ടത് അങ്ങനെ കളിച്ച് നേടിയ ആ ഗോൾ, ആ വല തുളച്ച് ഉള്ളിൽ കയറിയപ്പോൾ ആ ഓൾഡ് ട്രാഫോർഡ് ഞെട്ടിത്തരിച്ചതും അതേപോലെ തന്നെ ആഘോഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഫുട്ബോൾ ഫാനിനും കുറച്ച് സന്തോഷം വരും, അല്ലെങ്കിൽ ചില ഫുട്ബോൾ ഫാൻസുകാർക്ക് കുറച്ച് അസൂയ വരും. കാരണം ഇത് ഓൾഡ് ട്രാഫോർഡിൽ മാത്രം കണ്ടുവരുന്നൊരു മാജിക്കാണ്. ദാറ്റ് ഈസ് ദ തിയേറ്റർ ഓഫ് ഡ്രീംസ്. അത് വെറുതെ വിളിക്കുന്ന പേരൊന്നുമല്ല, തിയേറ്റർ ഓഫ് ഡ്രീംസ്. സ്വപ്നങ്ങൾക്ക് അതീതമായി പലതും ഓൾഡ് ട്രാഫോർഡ് പിച്ചിൽ സംഭവിക്കും. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ ഭയങ്കര ഡ്രാമാറ്റിക്കാണ്, ഭയങ്കര ഡ്രാമയാണ്. അല്ല ബ്രോ, അല്ലെങ്കിൽ അല്ല എന്താ പറയുക സുഹൃത്തുക്കളെ, ഇതൊരു യഥാർത്ഥ യുണൈറ്റഡ് ഫാനിൻ്റെ ഒരു കഥ കൂടിയാണ് ഈ മാച്ച് നമുക്ക് പറഞ്ഞു തന്നത്. ഈ കഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു യുണൈറ്റഡ് ഫാനിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്, സാഡ് മൊമെൻറ്റ്സ് ഉണ്ട്, സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, അതെല്ലാം നിറഞ്ഞതാണ് ഒരു ഫാനിൻ്റെ ഒരു കഥ. അത് ഏത് ക്ലബിനും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ ക്ലബിന് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം ഈ ക്ലബ്ബ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഥയിലെ ഒരു ഹാപ്പി മൊമെൻ്റാണ് നമ്മൾക്ക് ഇന്നലെ സംഭവിച്ചത്. അങ്ങനെ തന്നെ ഞാൻ പറയും. ഇനി നമുക്ക് കളിയിലോട്ട് വരാം. ഫുൾഹാമിനെതിരെ ജയിക്കുക എന്നുള്ളത് ഓരോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനിൻ്റെയും ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അവകാശമായിരുന്നു. സിറ്റിക്കെതിരെ ജയിച്ചപ്പോഴും ആഴ്സണലിനെതിരെ ജയിച്ചപ്പോഴും നമ്മൾ പറഞ്ഞൊരു സംഭവം, ഇനി ഫുൾഹാമിനെതിരെ എന്ത് ചെയ്യണമെന്നാണ് നമുക്കെല്ലാവർക്കും കാണേണ്ടത്. കാരണം സിറ്റിക്കെതിരെ ജയിച്ചാലും ആഴ്സണലിനെതിരെ ജയിച്ചാലും കഴിഞ്ഞ വർഷങ്ങളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ കണ്ടുവന്നത് ചെറിയ ടീംസിനെതിരെ ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിങ്ങലിലാവുന്നു,
സമനിലയാവുന്നു, തോൽക്കുന്നു, ഇതൊക്കെയാണ്. പക്ഷേ ഇന്നലത്തെ കളിയിൽ ഞാൻ പറഞ്ഞു നമ്മൾ കളിച്ച കളി വളരെ ഡോമിനൻ്റ് കളിയാണെന്നൊന്നല്ല, പക്ഷേ നമ്മൾ ജയിക്കാൻ വേണ്ടി കളിച്ച കളി തന്നെയാണ്. തോൽക്കില്ല എന്ന് വെച്ചുള്ള കളിയല്ല, നമ്മൾ ജയിക്കാൻ വേണ്ടി കളിച്ച കളി തന്നെയാണ്. ആ ജയം എങ്ങനെയും കണ്ടെത്തും എന്ന് തന്നെയായിരുന്നു നമ്മുടെ ഓരോ പ്ലെയറിൻ്റെയും ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതിലൊരു മൊമെൻ്റ് ഉണ്ട്, അതായത് സെസ്കോൻ്റെ ഗോൾ കയറിയ സമയത്ത് ഞാൻ കേട്ട കമൻറ്റിൽ കേട്ടതാണ്, ദ സ്പിരിറ്റ് ഓഫ് ഫെർഗി ടൈം ഈസ് ബാക്ക് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ ഓൾഡ് ട്രാഫർഡ് എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലിപ്പിൽ ലെനി ഓറോ സെർക്സിയൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ ഫേസിൽ വരുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നിങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഞാൻ സബിലാണല്ലോ അല്ലെങ്കിൽ നീയാണല്ലോ ഗോൾ അടിച്ചത് എന്നൊന്നുമല്ല, നമ്മൾ ജയിച്ചടാ എന്നുള്ളൊരു വികാരമായിരുന്നു അവരുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ എല്ലാ ഫാൻസും കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതായിരിക്കണം ഓരോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനും. ഞാൻ ഗോൾ അടിച്ചു അല്ലെങ്കിൽ നീ അസിസ്റ്റ് ചെയ്തു, നീ സബിലാണ്, നീ ബെഞ്ചിലാണ്, അതല്ല. ഈ ക്ലബ്ബ് ജയിക്കുകയാണ്, അതാണ് നമ്മൾക്ക് വേണ്ടത്. ഈ ക്ലബ്ബ് ജയിക്കലാണ് നമ്മുടെ പ്രാധാന്യം, അതാണ് നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് എന്നൊരു ഒരു ഒറ്റ മനസ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇപ്പോൾ ഉണ്ട്. അതിൽ ഞാൻ എടുത്തു പറയുന്ന കുറച്ച് പേരുകളുണ്ട്. കസമീറോ, ഈ ചെങ്ങായി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെ വെച്ചിട്ട് ഇയാളെ റീപ്ലേസ് ചെയ്യുന്നുള്ള എനിക്കൊരു പിടുത്തമില്ല. ഏരിയൽ എബിലിറ്റി, നമ്മൾ ബ്രൂണോൻ്റെ വണ്ടറസ് ഫ്രീ കിക്കുകൾ പാസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലും അല്ലെങ്കിൽ ഈ മാച്ചിൽ നമ്മളത് കണ്ടു. കസമറിൻ്റെ ഗോൾ വന്നത് ബ്രൂണോൻ്റെ ഒരു സെറ്റ് പീസ് ഡെലിവറി എന്നാണ്. ആ സെറ്റ് പീസ് ഡെലിവറിക്ക് തല വെച്ചത് കസമീറോ ആണ്. ഏരിയൽ എബിലിറ്റിയിൽ പ്രൈമാണ് കസമീറോ. അതേപോലെ തന്നെ ഡിഫെൻസീവ് ഷീൽഡ് കൊടുക്കാനും ഡിഫൻഡേഴ്സിന് കസമീറോ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇതിനെ കണ്ട് വേറൊരു മൊമെൻ്റ് ഉണ്ട്, ഒരു നോ ലുക്ക് പാസ് കസമീറോൻ്റെ. മൈ ഗോഡ് ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനൻ്റ് എന്ന് പറയുന്നത് വെറുതല്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്ന സംഭവമാണ് ജെമി കാരിഗോ, ലീവ് പണ്ടിട്രി ബിഫോർ പണ്ടിട്രി ലീവ്സ് യു, അത്ര ഞാൻ പറയുന്നുള്ളൂ. കസമീറോ, താങ്ക് യു സോ മച്ച്. നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് കിട്ടിയാൽ, ഇനി നിങ്ങളെപ്പോലത്തെ ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ കൊടുത്ത് നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എൻ്റെ പേടി. അത് ഗ്ലീനോസിലുള്ള വർക്കാണ്, ഐ ഡു നോട്ട് ട്രസ്റ്റ് ദം എനിവേസ്. പിന്നെ കുനിയയുടെ ആ ഗോൾ, എന്തുകൊണ്ട് നമ്മുടെ കുനിയ ആവുന്നു എന്ന് കാണിച്ചത് നിമിഷമായിരുന്നു അത്. ആ ഗോൾ ഒരു ഡിഫിക്കൽട്ട് ആംഗിൾ തന്നെയാണ്, അവിടെ നിന്ന് അടിക്കാൻ കുറച്ച് പാടാണ്. അത് അത്ര എളുപ്പത്തിൽ അടിച്ച് കയറ്റുമ്പോഴത്തേന് ഗോളൊന്നുമല്ല, അതിന് കഴിവ് തന്നെ വേണം. അത് കുനിയയുടെ ഗട്ട്സ് വേണം, കഴിവും വേണം. അത് കുനിയയ്ക്കുണ്ടെന്നും വീണ്ടും കുനിയ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ഡാൻസ് മൂവ്, അതൊരു ഓൾഡ് ട്രാഫോർഡിലെ ഐക്കോണിക് ഡാൻസ് മൂവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ എംബൂമോയും അമാദും സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഒറ്റ മനസ്സ്, ഒരേ മനസ്സിൽ പ്ലെയേഴ്സ് തീരുമാനിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ കളി ജയിച്ചേ പറ്റൂ ഫുൾഹാമേ, അല്ലെങ്കിൽ ഫുളമേ, വേറെ നിവൃത്തിയൊന്നുമില്ല, നിങ്ങളിനി ഞങ്ങൾക്കെതിരെ ഗോൾ അടിച്ചാലും ഞങ്ങൾ ജയിക്കും എന്നൊരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെയാണ് ഹിമനസിൻ്റെ പെനാൽറ്റി വരുന്നതും. അതേപോലെ തന്നെ വീണ്ടും ഞാൻ പറയുന്നു, കെവിൻ എന്ന പ്ലെയറുടെ ഒരു വണ്ടർഫുൾ ഗോൾ. അത് നമ്മൾ എടുത്തു പറയണം, കാരണം എതിരാളിയാണെങ്കിലും അടിച്ച ഗോൾ ക്വാളിറ്റിയാണ് നമ്മൾ എടുത്ത് തന്നെ പറയും. അത് ഏത് ടീമാണെങ്കിലും ക്വാളിറ്റി ഗോൾ തന്നെയായിരുന്നു, രക്ഷയില്ല. ആൻഡ് ഫുൾഹാം ആക്ച്വലി ഡിസേർവ്ഡ് പോയിന്റ് ഇല്ല എന്ന് പറയുന്നില്ല, കാരണം നമ്മൾ ഡോമിനൻസ് ഒന്നും കാണിച്ചിട്ടില്ല കളിയിൽ. പക്ഷേ ഫെർഗി ടൈം എന്ന സ്പിരിറ്റ് ഓൾഡ് ട്രാഫോർഡിലോട് കയറി വന്ന മക്കളെ, നമ്മൾ കളിച്ചില്ലെങ്കിൽ നമ്മൾ കളി ജയിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുഡൻസ്, അതങ്ങനെയാണ്. ആ പിച്ചിലൊരു എഫക്റ്റ് ഉണ്ട് നമ്മുടെ ആ ഓൾഡ് ട്രാഫോർഡ് പിച്ചിന്, അതുകൊണ്ടാണ്. പിന്നെയാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും ആഗ്രഹിച്ച ഒരു മൊമെൻറ്റ്, സെസ്കോ ഗോൾ. സ്ട്രെറ്റ്ഫോർഡ് സിഗ്നലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ സെസ്കോ ഗോൾ എടുത്ത് പറഞ്ഞത്. കാരണം ചില കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിരുന്നു, അത് ഞാനിവിടെ പറയുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം എന്താണ് ഞാൻ പറഞ്ഞതെന്നും ആ പ്രഡിക്ഷൻ എന്തായിരുന്നെന്നും. ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളം നിറഞ്ഞ് കളിച്ചാൽ ഏത് ഉടയമ്പരാനും മുണ്ടും മടക്കി കുത്തി വന്ന് കൈയടിക്കും. അത് ഉള്ള ഫാക്റ്റാണ്, അത് പണ്ട് മുതലേ ഉള്ളതാണ്. പറയുമ്പോൾ ഓവറാണെന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷേ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനായ ഞാൻ അത് പറയും. അതെൻ്റെ അവകാശമാണ്, എൻ്റെ അഹങ്കാരമാണ്. അപ്പോൾ നമ്മൾ 3 കളി അടുപ്പിച്ച് ജയിച്ചിരിക്കുകയാണ്. അതിൽ കാരിക്, ആർ യു ഇൻ സർ അലക്സ് ഇൻ ഡിസ്കൈസ്, ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് വുഡ് ഇനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ കൊളാവേണ്ട. അത് കാരണം അത് എക്സ്പ്രഷൻ ഇല്ല, ഇതന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങൾ തന്നുകൊണ്ടേയിരിക്കുക, ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കത് തന്നേ പറ്റൂ. കാരിക്, മിക്കേൽ ഖരീഖെ, ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. പ്ലീസ് ഇനിയും ഞങ്ങൾക്ക് വിൻസ് തരൂ, നമ്മളെ വീണ്ടും വിജയിപ്പിക്കൂ. ഐ ഡോണ്ട് കെയർ ഹൗ വി വിൻ, ജസ്റ്റ് വിൻ ഫോർ എസ്. അതും വിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഫുട്ബോൾ കളിച്ച് ജയിക്കുന്നതാണ്. അതാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം അതുകൊണ്ടാണ്, ഫുട്ബോൾ കളിച്ച് ജയിക്കുന്നതാണ്, അല്ലാതെ ഹറാം ബോൾ കളിച്ച് ജയിക്കുന്നതല്ല. സോ താങ്ക് യു സോ മച്ച് മൈക്കൽ കാരിക്.
പിന്നെ ഞാൻ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു വളരെ മോശം സംഭവം ഇപ്പോൾ ലാമൻസ്. താങ്ക് യു സോ മച്ച് മാൻ. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ഗോൾ കീപ്പർ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പ്രശ്നങ്ങൾ മാറും എന്നുള്ളത് കാണിച്ചു തന്നൊരു പ്ലെയറാണ് ഈ ലാമൻസ്. ആ ലാമൻസ് ഫസ്റ്റ് ഹാഫിൽ വരുത്തിയൊരു സേവ് ഉണ്ട്, റിഫ്ലക്റ്റീവ് സേവ് ആണ്, ഒരു ഭയങ്കര വേൾഡ് ക്ലാസ് ഒന്നുമില്ല, പക്ഷേ ആ സേവ് ഇല്ലെങ്കിൽ ആ കളി എങ്ങോട്ടും പോകാമായിരുന്നു. അതൊരു കാര്യം ഞാൻ പറയാം, അത് ഒനാനയോ ബൈന്ദറോ ആണെങ്കിൽ അവർ തന്നെ പന്ത് എടുത്തുകൊണ്ട് പോയി പോസ്റ്റിൽ കൊണ്ടിടും, ഉറപ്പായിരുന്നു. പക്ഷേ ലാമൻസിനോട് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്. പിന്നെ കുറേ മൊമെൻറ്റ്സ് ലാമൻസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രീ കിക്ക്, അതുപോലെ തന്നെ സെറ്റ് പീസ് ഡെലിവറി വന്നതൊക്കെ ലാമൻസ് സേവ് ചെയ്തു. അതേപോലെ തന്നെ ലാമൻസ് കോൺഫിഡൻ്റ് ആണ്. അതേപോലെ തന്നെ ആ കോൺഫിഡൻസോടെ നമ്മുടെ ഡിഫൻഡേഴ്സും കോൺഫിഡൻ്റ് ആണ്. പിന്നെ ലീച്ച മാർട്ടിനസ് എടുത്തു പറയേണ്ട പേരാണ്. ബാക്ക് ടു ബാക്ക് വിൻസ് എന്ന് പറയുന്ന പോലെ ബാക്ക് ടു ബാക്ക് പ്രൈം പെർഫോമൻസസ് ആണ് മാർട്ടിനസ് തരുന്നത്. മാർട്ടിനസ് നമ്മുടെ ബാക്ക് ലൈൻ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ടീം കോൺഫിഡൻ്റ് ആണ്, എത്രത്തോളം നമ്മുടെ ടീം ക്ലാസ് ആയിട്ട് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്ക് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട്. മഗ്വയറിൻ്റെ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങളെനിക്ക് പറഞ്ഞത് പെനാൽറ്റി ആണോ? കാരണം ഞാനത് കണ്ടപ്പോൾ എനിക്കത് ഒരു പെനാൽറ്റി ആയിട്ട് തോന്നിയില്ല. അതൊരു ഫോളോ അപ്പിന് പോയപ്പോൾ ഹിമനസിൻ്റെ കാലുമ്പോൾ തട്ടി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ റെഫറിങ് ഡെസിഷൻസ് നമുക്കറിയാലോ, ഈ മാച്ചിൽ ചില ഡെസിഷൻസൊക്കെ റെഫറിയുടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മോശം തന്നെയാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം റെഫർമാർ എപ്പോഴും പേരെടുക്കാനായിട്ട് യുണൈറ്റഡിനെതിരെ കളിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ 5-6 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വലിയ പുത്തരിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അവിടെ പോട്ടെ. പിന്നെ അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു പേരാണ് ബ്രൂണോ ഫെർണാണ്ടസ്. 12 അസിസ്റ്റുകളായി ഇപ്പോൾ 20 കളിയിൽ നിന്ന് ഒറ്റ, ഇത്രയും കളികളിൽ നിന്ന് ഒറ്റ 20 അസിസ്റ്റുകളാണ് പ്രീമിയർ ലീഗ് റെക്കോർഡ്, മോസ്റ്റ് റെക്കോർഡ്സ്. ഇനി 8 അസിസ്റ്റും കൂടി ബ്രൂണോ കൊടുത്തു കഴിഞ്ഞാൽ അത് മാച്ചാവും. ഹെൻറി ആൻഡ് കെവിൻ ഡിബ്രോയുടെ കൂടെ ബ്രൂണോ ഫെർണാണ്ടസ് മാച്ചാവും. 9 അസിസ്റ്റുകൾ, ഇനി ബാക്കിയുള്ള റിമൈനിങ് ഗെയിംസിൽ 9 അസിസ്റ്റുകൾ ബ്രൂണോയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹീ വിൽ ബി ദ ടോപ്പ് അസിസ്റ്റ് മേക്കർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് പ്രീമിയർ ലീഗ് എന്നാണ് എൻ്റെ ഓർമ്മ. സോ ക്യാൻ ബ്രൂണോ ഡു ദിസ്? ലെറ്റ് മീ നോ. പിന്നെ അതേപോലെ തന്നെ ബ്രൂണോനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ പോയി കാണുക. കാരണം എന്താണ് ബ്രൂണോ, എങ്ങനെയാണ് ബ്രൂണോ ഈ ടീമിനെ രക്ഷിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്താണ്, ഞാൻ ഇവിടെ കൊടുക്കാം. അത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം, ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ബ്രൂണോൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞൊരു പേര്, ഇത് വളരെ റെയറായിട്ട് ഞാൻ പറയുന്നത് ഡാലോ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ചില മൊമെൻറ്റ്സിലൊക്കെ നമുക്ക് ഒരു അയ്യോ ഇപ്പോൾ പന്ത് ഇപ്പോൾ കയ്യിൽ നിന്ന് പോകുന്നുള്ള മൊമെൻറ്റിലാണെങ്കിലും നന്നായിട്ട് തന്നെ ഡാലോ പെർഫോം ചെയ്തിട്ടുണ്ട്. എംബൂമോ കുറച്ചൊരു പരിങ്ങലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഹി വാസ് ഓക്കെ. അമാദും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അമാദൊരു ഡിഫൻസീവ് വർക്ക് റേറ്റ് ഒന്നും പറയാനില്ല. കാരണം 90 മിനിറ്റ് ആശ നമ്മുടെ മോഡേൺ എറ പാർക്ക് ജി സങ് പോലെയാണ്, ഓടിക്കളിക്കും. അത് 90 മിനിറ്റ് ആയാലും 95 മിനിറ്റ് ആയാലും മൂപ്പര് ഓടിപ്പോയി ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തും. അതേപോലെ തന്നെ നമ്മൾ മിസ് ചെയ്തൊരു പ്ലെയർ എനിക്കൊരു ഡോർഗു ആണ്. ഡോർഗു കളിയിലുണ്ടായിരുന്നു, നമുക്ക് കുറച്ചും കൂടിയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാലൻസ് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നൊരു പേര് ലൂക്ക് ഷോ ഇപ്പോൾ കഴിഞ്ഞ കുറേ കളികൾ അടുപ്പിച്ച് കളിച്ച് മൂപ്പര് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ചില മൊമെൻറ്റ്സിലൊക്കെ ഡിഫൻസീവ് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടെങ്കിലും പക്ഷേ കോൺഫിഡൻ്റ് ആണ് അദ്ദേഹം. സോ ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ. എനിക്കിനി കാണേണ്ടത് ഡിലിറ്റ് വേഗം തിരിച്ചു വരിക, അതേപോലെ തന്നെ മേസൺ മൗണ്ട് വേഗം തിരിച്ചു വരിക. ഇവർ രണ്ടുപേരും നമ്മുടെ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് കുറച്ചുകൂടി നന്നാവും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് യോറോ ഇനി ഉണ്ട്, സെർക്സിനൊക്കെ ഇറക്കി കളിപ്പിക്കാനുണ്ട്. സോ ഐ തിങ്ക് വി ഹാവ് എ ഗുഡ് ടീം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചുറീസ് എൻ്റെ ഇപ്പോഴും ഒരു കൺസേൺ ആണ്. ഡോർഗുന് ഇഞ്ചുറിനെ കുറിച്ച് ഉണ്ടാക്കിയപ്പോൾ ഡോർഗുന് ഇഞ്ചുറി വന്നപ്പോൾ ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നമ്മുടെ ലിങ്ക് ചെയ്യാം, നിങ്ങൾക്ക് വേണേൽ പോയി കാണാം. അതിലെൻ്റെ കൺസേൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചുറീസിനെ കുറിച്ചിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ ത്രെറ്റ് എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അതും കൂടി കാണാം. ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഫുൾഹാം ആയിട്ട് നടന്ന മാച്ചിൻ്റെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ കണ്ട കുറച്ച് പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഫുൾഹാം നന്നായി കളിച്ചു, ഉള്ള കാര്യം പറയാമല്ലോ. ഫുൾഹാം ഡിസേർവ്ഡ് എ പോയിന്റ്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഫുൾഹാം നമ്മുടെ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ ഫുൾഹാം നമ്മളെ ശരിക്കും ത്രെറ്റൻ ചെയ്ത് ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നെക്സ്റ്റ് ഗെയിംസിൽ കാണേണ്ടത് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഡോമിനൻ്റ് ആയിട്ട് കളിക്കുന്ന സെക്കൻഡ് ഹാഫിൽ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കളിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ്. കാരണം ഈ കളി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഫുൾഹാമിന് വേണമെങ്കിൽ ഈ കളി ജയിക്കാമായിരുന്നു, പക്ഷേ തോൽക്കില്ലടാ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 11 പ്ലേയേഴ്സ് നമുക്ക് വേണ്ടി കളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കളി ജയിച്ചത്. പിന്നെ ഓൾഡ് ട്രാഫോർഡിൻ്റെ ഒരു ഓറയും. പക്ഷേ എവേ ഗെയിംസിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് കാണേണ്ടത് നെക്സ്റ്റ് കമ്മിങ് ഗെയിംസിലൊക്കെ എനിക്ക് കാണേണ്ടത് സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിലും ഒരേ ഡോമിനൻസിൽ, ഒരേ എനർജി, ഒരേ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്ന, ഒരേ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ്. നമ്മൾ 2 ഗോൾ അടിച്ചത് കൊണ്ട് വെറുതെ സിറ്റ് ബാക്ക് ചെയ്യണമെന്നില്ല. അത് മൈക്കിൾ കാരിക്കിൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സബിലായാലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഉഗാർത്തയൊക്കെ
അട്ടർ വേസ്റ്റാണ്. എനിക്ക് എന്തിനാണ് ഉഗാർത്തിനെ പറഞ്ഞു വിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ മേ ബി അത് കസമീറോക്ക് ഇഞ്ചറി വരാതിരിക്കാനായിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും മേ ബി അക്കാഡമിയിൽ ഏതെങ്കിലും പ്ലെയറിനെ കൊടുത്ത് കളിപ്പിച്ചാൽ വീണ്ടും കുഴപ്പമുണ്ടാവില്ല. ഇത്രയും മോശമായിരിക്കില്ല അക്കാഡമി പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ജിം ത്വേറ്റ്സ് ഒക്കെ കളിക്കാൻ പറ്റുവാണെങ്കിൽ ഐ ബി റിയലി ഹാപ്പി ടു സീ ജിം ത്വേറ്റ്സ്. അതിലാ കെവിൻ എന്ന് പറഞ്ഞ പ്ലെയർ, ഫുൾഹാമിൻ്റെ പ്ലെയർ അടിച്ച ഗോളിൽ ഉഗാർത്തേൻ്റെ മിസ്റ്റേക്ക് കണ്ടതിൻ്റെ പൊന്നു മക്കളെ തമ്പുരാൻ സഹിക്കില്ല. അമ്മാരി വൃത്തികെട്ട മിസ്റ്റേക്കാണ് അത്. സ്ലോ മോഷനിൽ ഞാൻ വീണ്ടും ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഉഗാർത്തെ കെവിൻ പറഞ്ഞ പ്ലെയർ അടിക്കാൻ വരുമ്പോൾ ഉഗാർത്തെ ഒന്ന് ജമ്പ് ചെയ്തിട്ടാണ് ഇവനെ മാർക്ക് ചെയ്യാൻ വരുന്നത്. ആ ജമ്പിലാണ് അവൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ഉഗാർത്തയൊക്കെ എത്രയും പെട്ടെന്ന് എടുത്തുകൾ നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുപോകുക ഗ്ലീനിയോസ്. നിങ്ങൾ ഈ ഒരു ഇപ്പം കിട്ടുന്നൊരു സുഖം, ഫാൻസ് കിട്ടുന്ന സുഖം അത് തല്ലിക്കെടുത്തല്ലേ പ്ലീസ്. നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുപോകാം, നമുക്ക് ഈ ടീം മെച്ചപ്പെടുത്താം. നമുക്ക് നമ്മുടെ കയ്യിലൊരു കോർ ടീം ഉണ്ട്, അതിനെ ബിൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടീമാക്കി മാറ്റാം. പിന്നെ ഞാൻ ഉള്ള കാര്യം പറയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് നോട്ട് ബാക്ക്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് സ്കെയറി ഫോർ റൈവൽസ്. ഒപ്പോണന്റ് ടീംസിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് സ്കെയറി അണ്ടർ മൈക്കിൾ കാരിക് ആൻഡ് ഐ വിഷ് ദാറ്റ് ടു കണ്ടിന്യൂ. അതാണ് ഫുൾഹാമിനെ കുറിച്ച് പറഞ്ഞതും അതേപോലെ തന്നെ ഗോളിനെ കുറിച്ച് പറഞ്ഞു. ഫുൾഹാമിൻ്റെ ആ വണ്ടർ ഗോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ എടുത്തു കളയുള്ള പ്ലേയേഴ്സും നമ്മുടെ ഏതൊക്കെ പ്ലേയേഴ്സാണ് നല്ലതെന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഗൈസ്, നമ്മൾ വെറും 6 പോയിൻറ്റ്സ് ഡിഫറൻസ് ആണ് സെക്കൻഡ് പ്ലേസ് ആയിട്ടുള്ളൂ, 12 പോയിൻറ്റ് ഡിഫറൻസ് ആണ് ഫസ്റ്റ് ആയിട്ടുള്ളൂ. ആർ വി എക്സ്പെക്റ്റിംഗ് സംതിങ് മാജിക്? എനിക്കറിയില്ല. ഞാൻ ഐ ആം നോട്ട് ഗെറ്റിംഗ് ക്യാരിഡ് അവേ. പക്ഷേ ഇങ്ങനത്തെ മീൻസൊക്കെ കിട്ടുമ്പോൾ നമുക്കറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവും, ഒരു 4-5 പോയിൻറ്റ്സ് ഡിഫറൻസ് ഇപ്പോൾ ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിടിക്കാമായിരുന്നു നമ്മുടെ സ്വപ്ന കിരീടം എന്നുള്ളത്. ഐ ഡോണ്ട് നോ ഗൈസ്, നിങ്ങൾ പറഞ്ഞത് ആർ വി ഗോയിങ് ടു ഡു ദിസ്? ആർ വി ഗോയിങ് ടു ഡു ദ ടൈറ്റിൽ ചാർജ്?